നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ തൈപ്പൂയ ദിവസം വളരെ ലളിതമായി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്നും ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്നും വ്രതം അവസാനിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തൈപ്പൂയ ദിവസത്തിലെ വ്രതാനുഷ്ഠാനം കേവലം ആഹാരം ഉപേക്ഷിക്കൽ മാത്രമല്ല, അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഒരു തപസ്സാണ്. പൂർണ്ണമായ ഭക്തിയോടെ ഒരേ ഒരു ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നത് പോലും മുരുക ഭഗവാന് നൽകുന്ന ഏറ്റവും വലിയ സമർപ്പണമായിട്ടാണ് കരുതപ്പെടുന്നത്. ആദ്യം തന്നെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായി, വ്രതം അനുഷ്ഠിക്കുന്നവർ തലേ ദിവസം രാത്രി മുതൽ തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടതാണ്. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കണം. മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. വ്രതം അനുഷ്ഠിക്കുന്ന പുരുഷന്മാർ ലഹരി വസ്തുക്കളും പുകവലിയും പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. ഇതുകൂടാതെ വ്രതം അനുഷ്ഠിക്കുന്നവർ അവരവരുടെ പെരുമാറ്റത്തിനും ശ്രദ്ധിക്കേണ്ടതാണ്. ദേഷ്യം, വാക്കുതർക്കം, കള്ളം പറയൽ, മറ്റുള്ളവരെ അധിക്ഷേപിക്കൽ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. ഇത്രയും ചെയ്തതിനു ശേഷം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നാളെ മുഴുവൻ ഞാൻ ഭഗവാനായി സമർപ്പിക്കുന്നു എന്നു മനസ്സിൽ ഉറപ്പിക്കുകയും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിറ്റേന്ന് തൈപ്പൂയ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിക്കണം. കുളിക്കുമ്പോൾ ശരീരം വൃത്തിയാക്കുന്നത് പോലെ തന്നെ മനസ്സിലെ അഴുക്കുകളും കഴുകിക്കളയുന്നു എന്ന് സങ്കല്പിക്കുക. കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കഴിയുമെങ്കിൽ മഞ്ഞയോ വെള്ളയോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. പിന്നീട് പൂജാമുറിയിൽ മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ദീപം തെളിയിക്കുക. നെയ്ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് നെയ്ദീപം കൊളുത്താവുന്നതാണ്. അല്ലാത്തവർക്ക് നല്ലെണ്ണ ദീപം കൊളുത്താവുന്നതാണ്. വിളക്ക് കൊളുത്തിയതിനു ശേഷം ഭഗവാന്റെ ചിത്രം നല്ല പൂക്കളാൽ അലങ്കരിക്കുക. ചുവന്ന അരളിപ്പൂ ഉണ്ടെങ്കിൽ അരളിപ്പൂ മാല ചാർത്തുന്നതും നല്ലതാണ്. അതിനോടൊപ്പം ഭഗവാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് നൈവേദ്യമായി സമർപ്പിക്കുക. ഇനി സ്കന്ദഷഷ്ടി കവചം പോലെയുള്ള വലിയ മന്ത്രങ്ങൾ ചൊല്ലാൻ അറിയില്ലെങ്കിലും ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന മനോഗതിയോടുകൂടി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പൂജ. തൈപ്പൂയ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ പാൽ, വെള്ളം, ഇളനീർ, ജ്യൂസുകൾ എന്നിവ മാത്രം കഴിച്ച് വ്രതം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്കും ഒരു നേരം സസ്യാഹാരം കഴിക്കാവുന്നതാണ്. ഏത് രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാലും മുരുക ഭഗവാൻ ഭക്തിയാണ് നോക്കുന്നത്, അല്ലാതെ ശരീരത്തെയല്ല. ഇനി തൈപ്പൂയ ദിവസം വ്രതം എടുക്കുന്നവരും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും അന്നേ ദിവസം മാനസികമായ അച്ചടക്കം കൂടി പാലിക്കേണ്ടതാണ്. അതായത് അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും പരദൂഷണം പറയുന്നതും പാപമായി കണക്കാക്കപ്പെടുന്നു. എപ്പോഴും ശാന്തമായും സ്നേഹത്തോടെയും സംസാരിക്കുക. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് ആഹാരം ഒഴിവാക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ്. അസൂയ, ദേഷ്യം, അനാവശ്യ ആഗ്രഹങ്ങൾ എന്നിവ മനസ്സിൽ വരുമ്പോൾ കണ്ണുകൾ അടച്ച് മുരുക ഭഗവാനെ സ്മരിക്കുക. വീട്ടുജോലികൾ ചെയ്യുമ്പോഴും മനസ്സിൽ സദാസമയവും മുരുക മുരുക എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുന്നത് വലിയ ഫലം നൽകും. ഇതുകൂടാതെ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുന്നതും നല്ലതാണ്. മുരുകന്റെ വേൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നീക്കം ചെയ്യുവാനുമുള്ള ഒരായുധമായാണ് ഈ വ്രതാനുഷ്ഠാന വേളയിൽ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വ്രതസമയത്ത് മനസ്സിനെ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ വേലിനെ ധ്യാനിക്കുന്നത് വളരെ ആശ്വാസം ലഭിക്കും. വ്രതമെടുക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ച് ഭഗവാൻ മുരുകന്റെ വേലിനെ മനസ്സിനുള്ളിൽ സങ്കല്പിക്കണം. ആ വേൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും കുത്തി പുറത്തെടുക്കുന്നതായി വിചാരിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുവാൻ സഹായിക്കുന്നതാണ്. വ്രതദിനത്തിൽ അനാവശ്യമായ ആഗ്രഹങ്ങൾ, അസൂയ, വെറുപ്പ്, ദേഷ്യം എന്നിവ മനസ്സിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ഇത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ വേലിനെ ധ്യാനിക്കുന്നത് ആ നെഗറ്റീവ് വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതാണ്. വ്രതസമയത്ത് വേലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മനസ്സിനെ ഭഗവാനിലേക്ക് വഴിതിരിച്ചു വിടാനും വ്രതത്തിന്റെ പൂർണ്ണത കൈവരിക്കുവാനും സാധിക്കുന്നതാണ്.
ചുരുക്കത്തിൽ ഭക്തരുടെ ഉള്ളിലെ അജ്ഞാനത്തെയും ആശയക്കുഴപ്പങ്ങളെയും നീക്കി വ്യക്തതയും ഭക്തിയും നൽകുന്ന ഒരു പ്രതീകമായാണ് വേൽ മനസ്സിനെ സ്വാധീനിക്കുന്നത്. വേൽ ധ്യാനിക്കുമ്പോൾ മുരുകഭക്തർക്കിടയിൽ പ്രചാരത്തിലുള്ള ഈ വരികൾ വ്രതകാലത്ത് ചൊല്ലുന്നത് മനസ്സിന് ധൈര്യം നൽകും. അതായത്, വേലുണ്ട് വിനയില്ലേ, മയിലുണ്ട് ഭയമില്ലേ, ഗുഹനുണ്ട് കുറവില്ലേ, കന്ദനുണ്ട് കവലയില്ലേ. ഇനി ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് കൂടി നോക്കാം. വേലുള്ളപ്പോൾ വിനകളില്ല, മയിലുള്ളപ്പോൾ ഭയമില്ല, ഗുഹനുള്ളപ്പോൾ കുറവുകളില്ല, കന്ദനുള്ളപ്പോൾ സങ്കടങ്ങളുമില്ല. ഇതാണ് ഈ വരികളുടെ അർത്ഥം. തൈപ്പൂയ ദിവസം തിരുപ്പുകഴ്, അതായത് മുരുകന്റെ സ്തുതിഗീതങ്ങൾ കേൾക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കും. ഇനി സ്കന്ദഷഷ്ടി കവചമാണ് പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഭഗവാന്റെ സംരക്ഷണം ലഭിക്കുന്നതാണ്. ഇനി കന്ദഗുരു കവചം സന്ധ്യാസമയത്ത് കേൾക്കുന്നതും വളരെ ഉത്തമമാണ്. തൈപ്പൂയ ദിവസം സന്ധ്യാസമയത്ത് കൈകാലുകൾ കഴുകി വൃത്തിയാക്കി പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ദീപം തെളിയിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. സൂര്യൻ അസ്തമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, ആവലാതികൾ, ധൃതി എന്നിവയും അസ്തമിക്കുന്നു എന്ന് സങ്കല്പിക്കുക. പിന്നീട് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും നീക്കം ചെയ്യുന്ന പ്രകാശമാണെന്ന് വിശ്വസിക്കുക. വിളക്ക് കൊളുത്തിയതിനു ശേഷം 1 മിനിറ്റ് കണ്ണടച്ച് നിശബ്ദമായിരിക്കുക. ഈ നിശബ്ദതയിലൂടെയാണ് ഭഗവാൻ മുരുകൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സമയത്ത് ഭഗവാനോട് എനിക്കത് വേണം, ഇത് വേണം എന്ന് ആവശ്യപ്പെടരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമല്ല അത്. മറിച്ച് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുവാനുള്ള ഒരു സമയമാണ്. മുരുക, എൻ്റെ ജീവിതവും കുടുംബവും സകല വിഷമങ്ങളും നിന്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ നിന്റെ വഴിയിലൂടെ നയിക്കണമേ. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടത് എന്താണോ അത് ഭഗവാൻ നൽകിക്കൊള്ളും. വ്രതം അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഭഗവാനെ, ഈ ഒരു ദിവസം നിനക്കായി വ്രതം നോൽക്കുവാൻ എന്നെ സഹായിച്ചതിന് നന്ദി. അറിഞ്ഞോ അറിയാതെയോ വ്രതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുക. തൈപ്പൂയ ദിവസം ഈ പറഞ്ഞ രീതിയിൽ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ 48 ദിവസം വ്രതം അനുഷ്ഠിച്ചതിന് തുല്യമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം മുരുക ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. എല്ലാവർക്കും ഈ തൈപ്പൂയ ദിവസം വ്രതമെടുക്കുവാൻ സാധിക്കട്ടെ എന്നും സുബ്രഹ്മണ്യ സ്വാമിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.